ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൊതുവെ സമൂഹത്തിൽ നേരിടുന്ന ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത്. പക്ഷേ അവരൊക്കെ പ്രായപൂർത്തിയായി 10, 20, 22 വയസ്സായപ്പോൾ അവരൊന്നും ഒരു കാര്യത്തിനും മാതാപിതാക്കളെ അനുസരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പിടിവാശി വിട്ട് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ എന്നാന്ന് അറിയാൻ ശ്രമിക്കുകയോ ഇതൊന്നും ചെയ്യാതെ അവരുടെ പിടിവാശിയിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് പരമാവധി, അതായത് എന്നാ പറയുന്നത്, പരമാവധി മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് പല മാതാപിതാക്കളും പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെയാണ് വളർത്തിയതെന്ന്. കാരണം ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്നോ ചെറുപ്പത്തിൽ മക്കൾ അറിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ജീവിതമെന്ന് അവർ ധരിച്ചു വച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിന് ഭക്ഷണം പാകം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഡ്രസ്സുകൾ അലക്കാനോ അതല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നോ അറിയത്തില്ലാതെ നട്ടം തിരിയുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ തോന്നൽ 100% ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ചെറുപ്പകാലത്ത് മക്കളെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്, ആ ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്കുണ്ടാകരുത് എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇല്ലാത്തതും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സർവ്വ ബുദ്ധിമുട്ടും സ്വയമേ വലിച്ചു വെച്ച് ഇതൊന്നും മക്കളെ അറിയിക്കാതെ, ജസ്റ്റ് ഒരു സൂചന പോലും കൊടുക്കാതെ അവരെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പിടിവാശിയാണ്, അവരെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ആ മക്കൾ നമ്മളോട് കാണിക്കുന്നത്. കാരണം അവർ സ്വർണം പോലെയാണ് വളർന്നു വന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ കുറഞ്ഞ ഗ്രേഡിലേക്ക് വരാൻ യാതൊരു കാരണവശാലും അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം കൂട്ടുകാരൊക്കെ ബൈക്ക് വാങ്ങിച്ചു, എനിക്കും ഒരു ബൈക്ക് വേണം. പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എവിടെ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്വമല്ല. മക്കൾ പറയുക, വാശി പിടിക്കുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുമക്കൾ നടക്കാറാകുന്ന കാലം തൊട്ടേ, ഇനിയിപ്പം നമ്മുടെ കാലമോ കഴിഞ്ഞു, ഇനിയുള്ള ജനറേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കൾ നടക്കാറാകുന്ന കാലം തൊട്ടേ അവർക്ക് ഓരോ കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച് തന്നെ അവരെ പഠിപ്പിക്കണം. ഒരു 15 വയസ്സാകുമ്പോഴത്തേനും അവരുടെ സ്വഭാവ രൂപീകരണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടാവും. ആ സമയത്ത് അവരവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ഏറ്റവും പ്രധാനം വേണ്ടത്, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കറിയാം ഒത്തിരി കുഞ്ഞുമക്കളുണ്ട്, അവർക്കൊന്നും അമ്മയോ അപ്പനോ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഓർഡർ ചെയ്യാനല്ലാതെ യാതൊന്നും അറിയത്തില്ലാത്ത മക്കൾ ഇപ്പോഴും ഉണ്ട്. 15 വയസ്സാകുമ്പോഴത്തേനും അവർക്ക് വേണ്ട ആഹാരം തനിയെ ഉണ്ടാക്കി കഴിക്കാനും, അതുപോലെ തന്നെ മാതാപിതാക്കളെ വേണമെങ്കിൽ ആ സമയത്ത് അടുക്കളയിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും, അതുപോലെ അവരുടെ ഡ്രസ്സുകളെല്ലാം സ്വന്തമായിട്ട് അലക്കി തേച്ച് വൃത്തിയായി നടക്കാനും, ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അന്നേരം ഒളിച്ചോടാനല്ല, അതല്ലെങ്കിൽ അന്നേരം ആത്മഹത്യ ചെയ്യാനല്ല, ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അവർക്ക് ഈ സമയത്ത് 15 വയസ്സിനുള്ളിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കണ്ടു വളരുന്ന മക്കൾ പ്രശ്നങ്ങളുടെ മുൻപിൽ അവർ തോറ്റോടുകയില്ല. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിക്കും, എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം എന്നുള്ള ഉറപ്പിൽ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുമക്കളെ ഇനിയാണെങ്കിലും, നമ്മളൊക്കെ ഇത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്യപ്പന്മാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പനും അമ്മയും പറഞ്ഞു തരുന്നില്ല, അവർക്ക് അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വല്യപ്പന്മാർ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന് കുഞ്ഞുമക്കളൊന്നും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ വളരുന്നില്ല. അത് തന്നെ ഒരു തെറ്റാണ്.
എപ്പോഴും കുഞ്ഞുമക്കൾക്ക് നമുക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരെപ്പോഴും അവരുടെ ആ ഇഷ്ടങ്ങൾക്ക് മാത്രമായിട്ട് ജീവിക്കാതെ, എനിക്ക് മൊബൈൽ ഫോൺ വേണം, എനിക്കത് 1,00,000 രൂപയുടെ വേണം, എനിക്ക് ബൈക്ക് വേണം, അത് ബുള്ളറ്റ് തന്നെ വേണം, ഇതൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നെങ്കിൽ, അതായത് മക്കളെ നിങ്ങൾക്ക് എന്തേലും വേണമെന്ന് തോന്നിയാൽ 18 വയസ്സ് വരെ അതല്ലെങ്കിൽ 20 വയസ്സ് വരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയുള്ളൂ. അത് കഴിഞ്ഞേച്ച് നിങ്ങൾക്ക് എന്തേലും വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചോണം, നിങ്ങൾ വാങ്ങിച്ചോണം. ഈ കാര്യങ്ങൾ ചെറുപ്പത്തിൽ, അതായത് ഒരു 15 വയസ്സിന് താഴെയുള്ള കാലത്ത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കാരണവന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം ചെറുപ്പത്തൊട്ട് സ്കൂൾ ബസ്സിന് പോകുന്ന ഒരു കൊച്ചിനോട്, അയ്യോ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ട് മാനെ ഇനി നീ നടന്നു പോ, അതല്ലെങ്കിൽ സാധാരണ ലൈൻ ബസ്സിൽ പോ എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. അതേസമയം ചെറുപ്പത്തിൽ അവരെ നടത്തിക്കൊണ്ടുപോയി 2 ദിവസം സ്കൂളിൽ വിട്ടു, അതുപോലെ ഇടയ്ക്കൊക്കെ ഓരോ ദിവസം സ്കൂൾ ബസ് ഇല്ലാതെ വരുന്ന ദിവസം ഒന്നെങ്കിൽ മാനെ നടന്നു പോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇനി സ്കൂൾ ബസ് ഇല്ലെങ്കിലും ശരിയാ, മാനെ ഇന്ന് സ്കൂളിൽ പോകാൻ ഇനിയിപ്പം പൈസ ഇല്ല, അതുകൊണ്ട് കൊച്ചു ഒരു വർഷം നടന്നു പോകുമെന്ന് പറഞ്ഞാൽ അവരെ അതിനൊന്നും പറയല, അവരതിനോട് പ്രതികരിക്കുകയില്ല. അവരന്നേരം പുസ്തകം എടുത്തു, ചുറ്റുപാത്രം എടുത്തു, അവരങ്ങ് നടന്നു പോയി. ഇതാണ് വേണ്ടത്. എപ്പോഴും ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവരെ കൊണ്ട് അത് അറിയിച്ച് തരണം ചെയ്യുന്ന വഴി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സ്വയം പര്യാപ്തരാക്കി വിട്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മക്കളൊന്നും, പൊന്നുപോലെ വളർത്തിയ മക്കളൊന്നും ഇതുപോലെ തിരിഞ്ഞു നിന്ന് അനുസരണക്കേടും അതുപോലെ തന്നെ പിടിവാശിയും കാണിക്കുകയില്ലായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഈ 15 വയസ്സ് വരെ അവരുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും മാതാപിതാക്കളിൽ നിന്ന് തുള്ളിക്കൊടുക്കും. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഫുഡ് കിട്ടാൻ താമസിച്ചിട്ടു, അതുപോലെ തന്നെ ഒരു ബസ്സിൽ കയറാൻ ഞാൻ കൊതിച്ചു നിന്നിട്ടുണ്ട്, ഇതൊന്നും എൻ്റെ മക്കൾക്ക് ഉണ്ടാകരുത്. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഈ 15 വയസ്സിനുള്ളിൽ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് മനഃപ്പാഠമാക്കാൻ സാധിച്ചാൽ അതായിരിക്കും എല്ലാ മാതാപിതാക്കളുടെയും വിജയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒത്തിരി വലിയ കാര്യമൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ എനിക്ക് ബൈക്ക് വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ എനിക്ക് 1,00,000 രൂപയുടെ ആപ്പിൾ ഫോൺ ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുകയില്ല എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ കോളേജിൽ പോകുകയില്ല എന്ന് പറയുന്നിടത്ത് അവരോട് നമുക്ക് പറയാൻ സാധിക്കണം, നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കോണം. അതല്ലാതെ എന്നോട് വന്നേച്ച അല്ലെങ്കിൽ മാതാപിതാക്കളോട് വന്നിട്ട് അത് മേടിച്ചു തരണം, ഇത് മേടിച്ചു തരണം എന്നൊന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് അതുകൊണ്ടുള്ള സൗകര്യങ്ങളില്ല എന്ന് തന്നെ. ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എത്രയും ഈ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. പല പ്രാവശ്യമായി കഴിയുമ്പോൾ അവർ പിന്നെ അതിനേക്കാളും വലിയ വലിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. അതേസമയം ചെറുപ്പത്തിൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ മനെ അത് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാനത് വാങ്ങിച്ചു തരാം, അതല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ അവരെ പറഞ്ഞേൽപ്പിച്ചിട്ട് അവരത് ഉത്തരവാദിത്വപൂർവ്വം ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കുക. അതല്ലാതെ ഞാൻ സ്കൂളിൽ പോകുകയില്ല, എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുകയില്ല, ബുള്ളറ്റ് ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുകയില്ല എന്ന് പറയുന്ന മാനെ കൊച്ചു സ്കൂളിൽ പോകണ്ട എന്ന് തന്നെ പറയാനുള്ള ആർജവം മാതാപിതാക്കൾക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ മക്കൾ ജീവിക്കേണ്ടത് അവരാണ്. അവരുടെ കാര്യങ്ങൾ ഭദ്രമായിട്ട് അവർ ലോകത്ത് തന്നെ ഉള്ളെങ്കിൽ പോലും എനിക്ക് ജീവിക്കാം എന്നുള്ള ആത്മധൈര്യം അവരിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊരറിവായിരിക്കട്ടെ എന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.